നമസ്കാരം. നമുക്കിന്ന് ചങ്ങനാശ്ശേരിയെക്കുറിച്ചൊന്ന് സംസാരിക്കാം. പുറമേ നോക്കുമ്പോൾ വളരെ ശാന്തമായിട്ട് തോന്നും, അല്ലേ? പക്ഷേ രാഷ്ട്രീയമായി എപ്പോഴും ഒരുതരം തിളച്ചുമറിച്ചിൽ അവിടെയുണ്ട്. എന്തുകൊണ്ടാണ് അവിടുത്തെ ജനവിധി നമുക്ക് പലപ്പോഴും പ്രവചിക്കാൻ പറ്റാതെ പോകുന്നത്? ശരി, നമുക്ക് കുറച്ച് കണക്കുകളുടെ ഡേറ്റയുടെ സഹായത്തോടെ ഇതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോ എവിടെയാണ് ഈ ചങ്ങനാശ്ശേരി? കോട്ടയം ജില്ലയുടെ ഹൃദയഭാഗത്താണ്. ഇതൊരു തീരദേശമോ മലയോരമോ അല്ല. കൃഷിയും ചെറിയ നഗരങ്ങളും കച്ചവടവുമൊക്കെ ഇടകലർന്നു കിടക്കുന്നൊരു ഇടനാടൻ പ്രദേശം. അതുകൊണ്ടുതന്നെ ഇവിടത്തെ പ്രശ്നങ്ങളും വളരെ വ്യത്യസ്തമാണ്. കടലിന്റെ ആശങ്കകളോ മലയുടെ അതിജീവനമോ അല്ല, ഈ മണ്ണിന്റെ സ്വന്തം പ്രശ്നങ്ങളാണ് ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്നത്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നത് 6 ഭാഗങ്ങളായിട്ടാണ്. ആദ്യം ചങ്ങനാശ്ശേരിയുടെ മണ്ണിനെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും സംസാരിക്കും. പിന്നെ ജനവിധിയെയും അതിന്റെ കാരണങ്ങളെയും കുറിച്ച് പറയും. ഡേറ്റയിൽ നിന്ന് നമുക്ക് എന്ത് സൂചനകളാണ് കിട്ടുന്നതെന്ന് നോക്കും. അവസാനം ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലൊരു നല്ല കർമ്മപദ്ധതി എങ്ങനെ രൂപപ്പെടുത്താമെന്നും ചർച്ച ചെയ്യും. നമുക്ക് തുടങ്ങാം. അപ്പോ ആദ്യത്തെ ഭാഗം ചങ്ങനാശ്ശേരിയുടെ മണ്ണ്, ആരാണ് ഇവിടുത്തെ ജനങ്ങൾ, എന്തൊക്കെയാണ് അവരുടെ സമ്മർദ്ദങ്ങൾ, ഇവിടുത്തെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന സാമൂഹികവും സാമ്പത്തികമായ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പോ ചങ്ങനാശ്ശേരിയുടെ ഒരു സാമൂഹിക ഘടന എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് കുറച്ച് സങ്കീർണമാണ്. ഏകദേശം 48% ഹിന്ദുക്കൾ, ഒരു 35% ക്രിസ്ത്യൻ സഹോദരങ്ങൾ, പിന്നെ 17% മുസ്ലിംസ്. പക്ഷേ ഇതിലൊക്കെ ഉപരിയായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നായർ സർവീസ് സൊസൈറ്റി, അതായത് NSSന്റെ ആസ്ഥാനം പെരുന്നയിലാണ്. അത് ചങ്ങനാശ്ശേരിയിലാണ്. അപ്പോ അതൊരു വെറും കെട്ടിടമല്ല. ആ മണ്ഡലത്തിലെ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ തീരുമാനിക്കാൻ പോലും ശേഷിയുള്ള ഒരു വലിയ ശക്തികേന്ദ്രമാണത്. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയൊരു സാമൂഹിക പ്രശ്നത്തിലേക്ക് വരാം. ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് പ്രതീക്ഷകളോടെ തിരിച്ചുവരുന്നവരുടെ കാര്യമാണ്. നല്ല കഴിവും പ്രവൃത്തി പരിചയമുള്ള ആളുകളാണ്. പക്ഷെ നാട്ടിലെത്തിയാൽ അവർക്ക് അനുയോജ്യമായ ഒരു തൊഴിലില്ല. ഈ ഒരു നിരാശയും സാമ്പത്തിക ബുദ്ധിമുട്ടും സ്വാഭാവികമായും നിലവിലെ ഭരണ സംവിധാനങ്ങളോടുള്ള ഒരു അമർഷമായി മാറും. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ ഭരണഘടന ഓരോ പൗരനും ഉറപ്പു നൽകുന്ന ഒന്നാണ് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം. അതിന് നല്ലൊരു തൊഴില് അത്യാവശ്യമല്ലേ? അപ്പോൾ ഈ വിഷയത്തിൽ വളരെ അറിവോടുകൂടിയ ഉത്തരവാദിത്തമുള്ള ചർച്ചകൾ നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശരി, ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ജനവിധി നൽകുന്ന സൂചനകൾ. കുറച്ച് തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിച്ച് ഈ മണ്ഡലത്തിന്റെ മത്സര സ്വഭാവം എത്രത്തോളം തീവ്രമാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കു നോക്കൂ. ജയിച്ചവരും തോറ്റവരും തമ്മിലുള്ള വ്യത്യാസം വെറും 1849 വോട്ടുകളാണ്. വളരെ നേരിയ ഭൂരിപക്ഷം, അല്ലേ? ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ചങ്ങനാശ്ശേരി ആരുടെയും ഒരു കുത്തക മണ്ഡലമല്ല. ഓരോ തിരഞ്ഞെടുപ്പിലും ആരു വേണമെങ്കിലും ജയിക്കാവുന്ന ഒരു പോരാട്ടഭൂമിയാണിത്. എന്നാൽ 2021 ഭൂരിപക്ഷം 6059 കൂടി. ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇതൊരു വലിയ വിജയമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. അടിത്തട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇപ്പോഴും അത്ര ഉറപ്പുള്ളതൊന്നുമല്ല. അതായത് ഈ ഭൂരിപക്ഷം ഒരു സ്ഥിരം ഉറപ്പായി കാണാൻ പറ്റില്ല. ഒരുപക്ഷെ അതൊരു താൽക്കാലിക നേട്ടം മാത്രമായിരിക്കാം. 2021 വോട്ട് വിഹിതത്തിന്റെ കണക്ക് ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കൂ. ജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 44.85% വോട്ടാണ്. അതായത് 45%-ൽ താഴെ. ഇതിന്റെ അർത്ഥമെന്താ? വോട്ട് ചെയ്തവരിൽ ഭൂരിപക്ഷം പേരും, അതായത് 55%-ൽ കൂടുതൽ ആളുകൾ ജയിച്ച സ്ഥാനാർത്ഥിക്ക് എതിരായിരുന്നു. ഇതിനെയാണ് നമ്മൾ ഭിന്നമായ ജനവിധി എന്ന് പറയുന്നത്. ഇത് ഭരണം അത്ര എളുപ്പമല്ലാതാക്കും. കാരണം നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ജനങ്ങളിൽ ഏറ്റവും വലിയ ന്യൂനപക്ഷത്തെയാണ്, അല്ലാതെ ഭൂരിപക്ഷത്തെയല്ല. അപ്പോ ഇതുവരെയുള്ള കണക്കുകൾ നമുക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു തന്നു. ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്തുകൊണ്ടിത് സംഭവിച്ചു എന്നതാണ്. എന്തൊക്കെയാണ് ചങ്ങനാശ്ശേരിയിലെ വോട്ടർമാരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ? നമുക്ക് അതിലേക്ക് കടക്കാം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെയുണ്ട്. 1. ജാതി സമവാക്യങ്ങളിലെ മാറ്റം. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിലെ യുവ വോട്ടർമാരുടെ ഇടയിൽ ചില മാറ്റങ്ങൾ കാണുന്നുണ്ട്. 2. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളോടുള്ള ഒരുതരം മടുപ്പ്. ആളുകൾക്കിപ്പോൾ വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമല്ല, നല്ല ജോലിയും പുതിയ സാങ്കേതിക വിദ്യകളുമാണ്. 3. വളരെ ഗൗരവമുള്ള ഒന്നാണ്: വന്യമൃഗശല്യം, പ്രത്യേകിച്ച് കാട്ടുപന്നികൾ കാരണം കൃഷി നശിക്കുന്നത്. ഈ 3 പ്രശ്നങ്ങളും നമ്മളോട് ഒരേ കാര്യമാണ് പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടത് വലിയ രാഷ്ട്രീയ വാഗ്ദാനങ്ങളല്ല, മറിച്ച് അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ്. 4. ഭാഗം ഡാറ്റയിലെ പ്രതിധ്വനികൾ.
നമ്മള് ഈ പറഞ്ഞ വലിയ പ്രശ്നങ്ങളൊക്കെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നതെന്ന് ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് നോക്കാം. ഓരോ പഞ്ചായത്തിലെയും സ്ഥിതി എന്താണെന്ന് പരിശോധിക്കാം. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ സർക്കാർ ആശുപത്രിയിലെ ഈയൊരു അവസ്ഥ ഒന്നാലോചിച്ചു നോക്കൂ. കോടിക്കണക്കിന് രൂപ മുടക്കി വാങ്ങിയ ഒരു പുതിയ MRI സ്കാനിംഗ് മെഷീൻ അവിടെയുണ്ട്. പക്ഷെ അത് പ്രവർത്തിപ്പിക്കാൻ അറിയുന്ന ഒരു ടെക്നീഷ്യൻ ഇല്ലാത്തതുകൊണ്ട് അത് വെറുതെ കിടക്കുകയാണ്. അപ്പോൾ അടിയന്തരമായി ഒരു സ്കാൻ എടുക്കേണ്ട ഒരു സാധാരണക്കാരൻ എന്തു ചെയ്യും? വലിയ തുക കൊടുത്ത് സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇതാണ് ഭരണത്തിലെ ആസൂത്രണമില്ലായ്മയുടെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ഉദാഹരണം. ഇനി കുറിച്ചി, മടപ്പള്ളി പോലുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ പരാതികൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവിടുത്തെ പ്രശ്നങ്ങൾ വളരെ അടിസ്ഥാനപരമായവയാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, എപ്പോ വരുമെന്നൊരുറപ്പുമില്ലാത്ത ബസ് സർവീസ്, പിന്നെ മഴക്കാലത്ത് സ്ഥിരം വെള്ളക്കെട്ടുണ്ടാക്കുന്ന ഓടകൾ. ഇത്തരം ചെറിയ എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിലെ പരാജയങ്ങളാണ് പ്രാദേശിക തലത്തിൽ ജനങ്ങൾക്ക് ഭരണത്തിലുള്ള വിശ്വാസം ഇല്ലാതാക്കുന്നത്. ശരി, അപ്പൊ നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം സംസാരിച്ചു. ഇനി 5ാം ഭാഗത്തേക്ക് കടക്കാം. സേവനത്തിനുള്ള ഒരു രൂപരേഖ. ഈ പ്രശ്നങ്ങളെല്ലാം വിശകലനം ചെയ്തതിൽ നിന്ന് എങ്ങനെ ഫലപ്രദമായ ഒരു ഭരണതന്ത്രം രൂപപ്പെടുത്താം എന്ന് നമുക്ക് നോക്കാം. ഇതിന് നമുക്ക് ചതുർമുഖ സിദ്ധാന്തം എന്ന് പേരിടാം. 4 തൂണുകളുള്ളൊരു തന്ത്രം. 1. എതിരാളികളുടെ വീഴ്ചകൾ കൃത്യമായ കണക്കുകൾ വെച്ച് വിമർശിക്കുക. 2. നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളും ഭരണമികവും ജനങ്ങളെ ഓർമ്മിപ്പിക്കുക. 3. യുവാക്കൾക്കായി പുതിയ തൊഴിലവസരങ്ങളും സാങ്കേതികവിദ്യയും മുന്നോട്ടുവയ്ക്കുക. 4. സാധാരണക്കാരുടെ ഉപജീവനമാർഗങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകുക. ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് ഒരു ബാലൻസോടെ കൊണ്ടുപോകുമ്പോഴാണ് ജനങ്ങൾക്ക് വിശ്വാസം വരുന്നത്. ഇനി ഈ തന്ത്രം എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം. അതിനായി 3 പ്രധാന പദ്ധതികൾ. 1. ജൽ ജീവൻ മിഷൻ പൂർത്തിയാക്കി എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക. 2. സഡക് സ്വാസ്ഥ്യ സങ്കൽപ് എന്ന പേരിൽ ഒരു പദ്ധതി. അതായത് എല്ലാ റോഡുകളും നന്നാക്കുമെന്നും സർക്കാർ ആശുപത്രിയിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുമെന്നും പ്രത്യേകിച്ച് ആ MRI മെഷീൻ പ്രവർത്തിപ്പിക്കുമെന്നും ഉറപ്പ് നൽകുക. 3. യുവാക്കൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ ഒരു സ്കിൽ പ്ലസ് സ്റ്റാർട്ടപ്പ് പദ്ധതി. ഇവയൊന്നും വെറും വാഗ്ദാനങ്ങളല്ല, ജനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങൾക്ക് നേരിട്ടുള്ള പരിഹാരങ്ങളാണ്. ഇനി നമ്മുടെ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക്. വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഓർക്കുക, ഭരണം എന്നത് വെറും വാഗ്ദാനങ്ങൾ നൽകലല്ല, അത് നിരന്തരമായ പ്രവർത്തനത്തിലൂടെയും അതുവഴി ആർജിച്ചെടുക്കുന്ന ജനങ്ങളുടെ വിശ്വാസത്തിലൂടെയുമാണ് കെട്ടിപ്പടുക്കുന്നത്. ജനവിധി ദുർബലമാണ്, വിശ്വാസം ഉപാധികളോടെയാണ്. ജോലി കഠിനമാണ്, എന്നാൽ ലക്ഷ്യം അഗാധമാണ്. ഡേറ്റയെ അന്തസ്സാക്കി മാറ്റുക. ഇതിന്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ജനങ്ങളുടെ വിവരങ്ങൾ, അവരുടെ ഡേറ്റ, അത് അവരുടെ പൂർണ്ണ സമ്മതത്തോടെ അവരുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നതാണ്. ഇന്ത്യയുടെ പുതിയ ഡേറ്റാ സംരക്ഷണ നിയമങ്ങളും ഇതുതന്നെയാണ് പറയുന്നത്. സമ്മതം പരമപ്രധാനമാണ്. ഓർക്കുക, ഓരോ കണക്കും വെറുമൊരു അക്കമല്ല, അതൊരു പൗരന്റെ പ്രതീക്ഷയാണ്. ആ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നതിലാണ് യഥാർത്ഥ ഭരണം നിലനിൽക്കുന്നത്. അപ്പൊ നമ്മൾ അവസാനം ഒരു ചോദ്യത്തിലെത്തുകയാണ്. വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകുന്ന ഈ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ചെറിയ പ്രാദേശികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിരന്തരം ശ്രമിക്കുന്നത് തന്നെയാണോ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ഉപകരണം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം അതെ എന്നാണെങ്കിൽ അതാണ് ഭാവിയുടെ രാഷ്ട്രീയം. നിങ്ങളൊരു ജനകീയ നേതാവാകാനും നിങ്ങളുടെ നിയോജക മണ്ഡലത്തെ ഉയർത്താനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai mgr@blueprintstrategies.ai എന്ന ഇമെയിലിലോ 080420416002 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.